ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വെറുതെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ ആർക്കും വന്നിട്ടില്ല. സത്യമാണ്. വെൽക്കം ടു യുവർ ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഹയർ എഡ്യൂക്കേഷൻ ഡോട്ടിന്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് വീഡിയോ ആണല്ലോ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc MLT കുറിച്ചാണ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ BSc MLT അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. കാരണം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളും ഒരു പ്രൊഫഷണൽ ഡിഗ്രി ചൂസ് ചെയ്ത വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പോൾ നമുക്കും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ഈ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഡൗട്ടുകളൊക്കെ എന്തെല്ലാം ഒരു ആസ് എ സ്റ്റുഡൻറ് എന്തെല്ലാം കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവുക? ഡെഫിനറ്റ്ലി ഫസ്റ്റ് കാര്യം തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യം ഗൂഗിളിൽ എത്രയായിരിക്കും സാലറി എന്നുള്ളതാവും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് സാലറിയെ കുറിച്ച് തന്നെ പറയാം. BSc MLTയുടെ സാലറിയെ കുറിച്ച് തന്നെ പറയാം. അപ്പോൾ സാലറിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തിങ്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഓരോ രാജ്യങ്ങളെ കുറിച്ചാണ്. കാരണം ആ രാജ്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സാലറിയിൽ വേരിയേഷൻസ് വന്നേക്കാം. അതെന്തുകൊണ്ടാണ്? ആക്ച്വലി എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ആ സാലറിയെ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ സാലറി വേരിയേഷൻ ചെയ്യാൻ കാരണം ഡിമാൻഡ് തന്നെയാണെന്ന് പറയുന്നത് അല്ലേ? മെഡിക്കൽ സെക്ടറിലുള്ള ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള അത്ര ഫെസിലിറ്റീസ് നമുക്ക് പുറത്തു പോയാൽ കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഈ ഇടയായിട്ട് ഒരുപാട് റീൽസിൽ കണ്ടൊരു സംഭവം ഉണ്ട്. ഇപ്പം പുറത്ത് UK അല്ലെങ്കിൽ USA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ. ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റം അത്രത്തോളം വളർന്നിട്ടുണ്ട്. അതെ, അത് സത്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് അത്രയ്ക്ക് സ്പേസ് ഉള്ളത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കൈ ഒടിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണാം, അതിനുള്ള അടുത്ത ഫർദർ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ പുറം രാജ്യങ്ങളിൽ അതൊന്നും സാധ്യതയല്ല. അത്രയും എന്താ പറയാ, ഡെവലപ്ഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡെവലപ്ഡ് ആണ്, പക്ഷേ മെഡിക്കൽ സെക്ടറിൽ ഇപ്പോഴും പക്ഷെ നല്ല ഡിമാൻഡ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ തന്നെ അത്രയും റിസ്ക് ഫാക്ടറുകളാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പം നിങ്ങൾക്ക് വളരെ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം സാലറിയുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ലോക്കിനോട് ചോദിക്കാം, ലോക്കെ എന്തായിരിക്കും ഒരു ശരാശരി MLT സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ MLT പഠിച്ച് വന്നിട്ടുള്ള ഒരു പ്രൊഫഷണലിസ്റ്റിന് എന്ത് സാലറിയാണ് നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? ഇന്ത്യയിൽ ഇപ്പം ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഒരു 20,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സാലറി 20,000 25,000 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അറൗണ്ട് നമുക്കൊരു 2.5 lakh to 3 lakh ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ആനുവൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണൊരു ബിഗിനർ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു ശരാശരി MLT വിദ്യാർത്ഥിക്ക് വരുന്ന വിദ്യാർത്ഥിയല്ല ഞാൻ പറയാൻ പറഞ്ഞത്, പ്രൊഫഷണൽസിന് പഠിച്ചു കഴിഞ്ഞ് വർക്കിൽ നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന സാലറി. അപ്പൊ ശരിക്കും നിങ്ങളൊരു 2-3 വർഷം 3-4 വർഷക്കാലം പഠിച്ചു കഴിഞ്ഞ ഒരു ഫീസ് നിങ്ങൾക്ക് എത്ര വർഷം കൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയാന്നുള്ളത് ആ ഒരു സാലറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആക്ച്വലി നിങ്ങൾ ശരിക്കും നമ്മളൊരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് സാലറിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും നിങ്ങൾ 100% സാലറി മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനേ സാധിക്കില്ല. തീർച്ചയായിട്ടും. കാരണം അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BSc MLT എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് എന്തെല്ലാം ജോലികളാണ് ചെയ്യേണ്ടി വരിക അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ടല്ലേ? അതിന്റെ പ്രൊഫഷണലിസ്റ്റിനെ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ അവരോട് തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ അവരോട് ചോദിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. BSc MLT എന്ന് പറയുന്നത് ഒരു 4 വർഷത്തെ കോഴ്സാണ്. 3 വർഷം കോളേജിലും 1 വർഷം ഇന്റേൺഷിപ്പും ആയിരിക്കും. അപ്പോൾ ഈ ഒരു 3 വർഷം ബേസിക്കലി ഫസ്റ്റ് ഇയറിലൊക്കെ നമുക്ക് എങ്ങനെയായിരിക്കും വരിക? അതായത് ശരിക്കും ഫസ്റ്റ് ഇയർ ഒക്കെ അധിക കോളേജുകളും ഫുള്ളി തിയറിറ്റിക്കലാവും. ഫസ്റ്റ് കോളേജിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഹോസ്പിറ്റൽ പോസ്റ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ പൊതുവെ ബാംഗ്ലൂർ, മൈസൂർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ തിങ്ക് ചെയ്തു അതായത് നാട്ടിൽ നിന്ന് മാറി നിൽക്കല്ലേ ഒരു വേറെ സ്ഥലത്ത് വന്ന്. ആക്ച്വലി അങ്ങനെ ഒരു പ്രശ്നമൊന്നും നമുക്കിപ്പോൾ നിലവിൽ ബാംഗ്ലൂർ, മൈസൂരില്ല. കാരണം എല്ലായിടത്തും മലയാളീസ് ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക പല ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇംഗ്ലീഷ് അത്ര വശമില്ല എന്നുണ്ടെങ്കിലും നിങ്ങളിവിടെ വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു സറൗണ്ടിങ്ങിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ വേ ഓഫ് ടോക്കിംഗ് മാറും. നിങ്ങളുടെ ആ ഒരു പല ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ആ ഒരു കാര്യത്തിലൊക്കെ വേരിയേഷൻ ഉണ്ടാവില്ല. അപ്പം ഇത്രയും 4 വർഷത്തെ കോഴ്സാണ് വരുന്നത്. ഈ 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലബോറട്ടറി ടെക്നീഷ്യൻ. അത് പറഞ്ഞാൽ തന്നെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലബോറട്ടറിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് അനാലിസിസ് നടത്തി ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആളുകളില്ലേ, അവരാണ് ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ജോലി ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാലറിയെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പം നമുക്ക് അബ്രോഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അബ്രോഡിൽ വരുമ്പോൾ എന്ത് രീതിയിലാണ് ഇതിനെക്കുറിച്ച്? അബ്രോഡിൽ വരുമ്പം 1 lakh above
നിങ്ങളുടെ എക്സ്പീരിയൻസ് ആസ് എ ബിഗിനറുടെ കാര്യം പറയുന്നത് ഒരു 1 lakh തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇത് വേരി ചെയ്യുന്നത് അവരുടെ എക്സ്പീരിയൻസിലുപരി നിങ്ങളുടെ സ്കില്ലിനും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. 6 lakh above സാലറി മേടിക്കുന്നവർ ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും. അത് അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിനെയും അവരുടെ സ്കില്ലിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വേരി ചെയ്യും. ആക്ച്വലി ഈ ഒരു കോഴ്സ് നിങ്ങളൊരു വലിയ ഡിസ്റ്റിങ്ഷനോട് കൂടെ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഹ്യൂജ് ഇൻകം കിട്ടുകയുള്ളൂ, എങ്ങനെയൊന്നുമില്ല. ഇതില് നിങ്ങൾ എന്ത് പറയാ, പാസ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് ബാക്കി വേണ്ടത് സ്കില്ലാണ്. ഈ ഒരു സ്കില്ല് നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമുകളും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങുകളും കിട്ടും. നിങ്ങൾ 4th ഇയർ ആയി കഴിഞ്ഞാൽ ടോട്ടലി നിങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കും, ഇന്റേൺഷിപ്പ് ആയിരിക്കും. ഈ 4th ഇയർ കഴിഞ്ഞാൽ 5th ഇയർ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. ആസ് എ ബിഗിനറായിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെയിം ആ ഒരു കോളേജിനും ഹോസ്പിറ്റൽ ഉണ്ടാവും, നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് കയറാൻ പറ്റും. അത്രയും വേക്കൻസീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നിരവധി കോളേജുകൾ നമ്മുടെ മൈസൂരും ബാംഗ്ലൂരും ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പം എന്താ പറയാ, ഒരുപാട് ഇപ്പം മെഡിക്കൽ സെക്ടറുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലേഡീസ് ആണ്, ഗേൾസ് ആണ്. ഇപ്പം ജെൻസിനെ സംബന്ധിച്ചിട്ട്, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിക്കും ഈ മെഡിക്കൽ ഫീൽഡിൽ എങ്ങനെ പ്രവേശിക്കാൻ കഴിയുമില്ല? അവർക്ക് ശരിക്കും ഇപ്പം പണ്ട് തൊട്ടേ ആളുകൾ പറഞ്ഞു വരുന്ന രീതിയാണ് നഴ്സുമാരൊക്കെ എല്ലാവരും ലേഡീസ് എന്നുള്ള രീതിയിൽ. ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയായിരിക്കും? ആക്ച്വലി നഴ്സിംഗിന്റെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് പലർക്കും വരുന്ന തെറ്റിദ്ധാരണയാണ് ഇതെന്ന് പറയുന്നത്. അതായത് ആണുങ്ങൾ ചെയ്യേണ്ട ഒരു ജോലിയല്ല നഴ്സിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി നഴ്സിംഗ് എന്ന് പറയുന്നതിലും ആണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ലേഡീസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് എപ്പോഴും ഡിമാൻഡ് നഴ്സിംഗിലുണ്ട്. ഒരിക്കലും നിങ്ങളൊരു നഴ്സിംഗ് പഠിച്ചൊരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വെറുതെ, അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വെറുതെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ ആർക്കും വന്നിട്ടില്ല. സോ അങ്ങനെ ഒരു അതിനെക്കുറിച്ച് നമുക്കൊന്നൊരു കാര്യം ചെയ്യാം. നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു എന്ത് ചെയ്യാം, ഒരു പ്രൊഫഷണൽസിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് സംസാരിക്കാം, അവരോട് ഈ കാര്യങ്ങളൊക്കെ ഡൗട്ടുകളൊക്കെ ചോദിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എന്താവും അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നഴ്സിങ്ങിനെ കുറിച്ച് നോക്കുന്നവരാണെന്നുണ്ടെങ്കിലും മറ്റേതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ച് നോക്കുന്ന ആണെങ്കിലും highereducation.in ഈ ഒരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിരവധി റിവ്യൂസ്, അതിൻ്റെ കാര്യം പറഞ്ഞില്ല. അതായത് നമ്മൾ ആ ഒരു എല്ലാ കോളേജുകളിലും പോയിട്ട് അവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന അവരുടെ റിവ്യൂസ്, അതായത് അവർക്ക് എങ്ങനെയുണ്ട്, പഠിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരോട് ചോദിച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു ഉള്ളടക്കം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും എന്ത് പഠിക്കണം, ഈ കാര്യം പഠിച്ചാൽ ഇതെനിക്ക് പറ്റുന്ന ജോലിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് എന്താകാൻ പറ്റും, തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.